സുരേഷിന് സമ്മതം കൂടി ഉണ്ടെങ്കിൽ അച്ഛൻ എന്റെ വിവാഹത്തിന് അനുകൂലിക്കും. ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ എന്റെ അച്ഛനും അമ്മയൊക്കെ പഴയ ആദർശക്കാരാണ്. അവർക്ക് രാജന്റെ ഈ ബന്ധം ഇഷ്ടപ്പെടുന്നവരില്ല. ഒരുപക്ഷെ ഉഷയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് രാജൻ പറഞ്ഞ പെൺകുട്ടി വിവാഹം കഴിക്കുന്നെങ്കിൽ പോലും ഉഷയെ ഉപേക്ഷിക്കാനും പറയാൻ മടിക്കാത്തവരാണ് എന്റെ അച്ഛനും അമ്മയും. ഉഷയുടെ ഭാവി സുരക്ഷിതമായിരിക്കണമെന്ന് രാജനും താല്പര്യമുണ്ടായിരിക്കുമല്ലോ. രാജൻ ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ വിവാഹത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എനിക്കല്പം ധൃതിയുണ്ട്. ഞാൻ വരട്ടെ. I am really sorry about it. ലാലു, എല്ലാരും അന്തസ്സായി വിവാഹം കഴിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എവിടെ കിടക്കുന്ന ഒരു പൊളിച്ചിപ്പെണ്ണിനെ കണ്ടുവെച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ബാക്കിയുള്ള ഒരു നാണം കെടുത്ത തീയും പഞ്ഞി അടുത്തിരുന്ന കത്ത് പിടിക്കും. ഞാൻ അന്നേ പറഞ്ഞതാ, കേക്കണ്ടേ? കത്ത് പിടിച്ചാ പിന്നെ കിടത്താൻ പറ്റണ തീയാണോ? എന്നാലും മിണ്ടാപ്പൂച്ച പോലിരുന്ന് അവൻ ഈ കടുങ്കൈ ചെയ്തല്ല. 4 പേരറിയുന്നതിന് മുമ്പ് കാര്യം നടത്തിയില്ലെങ്കിൽ നാണക്കേടാവും. 3-4 മാസമെങ്കിലും ആ കണ്ടിരിക്കുമോ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് ഇല്ലാണ്ടായി പോയല്ലോ. അങ്ങേര് നീ അവിടെ പോയി കിടക്കാണോ ആവോ? എട്ടുമ്പൊത്ത് അറിയാത്ത പെണ്ണ് അപ്പുറത്ത് വെട്ട് കിടക്കുന്നെന്ന് പറഞ്ഞ പോലത്തെ സ്ഥിതിയായാലും നാട്ടുകാരറിഞ്ഞാൽ എന്തോ? അമ്മായി ആരെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നത്? കഴിവറി തോന്നിവാസം കാണിച്ചിട്ട് മിണ്ടാപൂച്ച പോലെ നടക്കുന്നു. അമ്മായി എന്താ ഈ പറയുന്നത്? നീ ഒന്നും അറിഞ്ഞില്ല. ഇനിയും പെണ്ണിന്റെ പേരും പുറപ്പും കഴിഞ്ഞാൽ നീ അറിയും. എന്നാലും നിങ്ങൾ ഇങ്ങനൊരു ബുദ്ധിമോശം കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചു. എന്നായാലും അവള് നിനക്കുള്ളതല്ലേ. ഞാൻ പോയി അമ്മാവനെ വിളിച്ചോണ്ട് വരട്ടെ. അങ്ങേരെ അറിയുമ്പോ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് ദൈവത്തിന് പോലും അറിഞ്ഞു. കസ്തൂരി, കസ്തൂരി, ഞാൻ കേട്ടതെല്ലാം സത്യമാണോ കസ്തൂരി? നീ ഗർഭിണിയാണോ കസ്തൂരി? പറയൂ കസ്തൂരി, പറയൂ. അയാൾ പോകുന്നതിന് മുൻപ് ഇക്കാര്യം നിനക്ക് എന്നോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നില്ലേ? ഞാൻ അയാളെ നിന്നെയും കൂട്ടിയല്ലാതെ പറഞ്ഞേക്കില്ലായിരുന്നു. അദ്ദേഹം വരും. അയാൾ വരും. നീ ഇത്ര മണ്ടിയായി പോയല്ലോ പെണ്ണെ. നിന്നെപ്പോലുള്ള പെമ്പിള്ളേരെ ചക്കരവാക്ക് പറഞ്ഞ് ചതച്ചിട്ട് കടന്നു കളയുന്നത് അയാളെപ്പോലുള്ളവർക്കൊരു വിനോദമാണ്. ഇതതുപോലെയല്ല. അദ്ദേഹം വരും. വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമായിരിക്കും. നീ ആത്മഹത്യ ചെയ്താൽ നമ്മുടെ സമുദായത്തിൽ ഒരു യുവതി കുറയും. പക്ഷേ എഞ്ചിനീയർ രാജൻ നായർക്കൊന്നും സംഭവിക്കുകയില്ല. ചേട്ടാ, അറിഞ്ഞാൽ തന്നെ
പരിചയമുള്ള ഒരു പുലയിപ്പെണ്ണ് ചത്തെന്ന് പറയും. ഇല്ല, അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല. എന്നെ വിവാഹം ചെയ്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കുമെന്ന് 100 വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരും. അയാൾ വരണമെന്ന് ആത്മാർത്ഥമായി ഞാനും ആശിക്കുന്നു. പക്ഷേ അയാൾ വന്നില്ലെങ്കിലോ കസ്തൂരി? അങ്ങനെ പറയരുത് ഏട്ടാ. ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. അന്ന് ഓടിച്ചാടി നടന്ന് നിന്റെ കൈക്കോ കാലിനോ മുറിവ് പറ്റുമ്പോൾ എന്റെ കണ്ണ് നിറയുമായിരുന്നു. ഇന്ന് നിന്റെ ഈ നില കാണുമ്പോൾ എന്നോട് ക്ഷമിക്കൂ ചേട്ടാ. കുറെ സ്വപ്നങ്ങൾ ഞാനും മനസ്സിൽ വെച്ച് താലോലിച്ചിരുന്നു. പക്ഷേ അതിരുവിട്ട് ഞാൻ നിന്നോടൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. ഉണ്ടോ കസ്തൂരി? ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, അയാൾ വന്നില്ലെങ്കിൽ ഒരു ദിവസം അയാളുടെ ശവം നിന്റെ കാൽക്കൽ ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും. നിങ്ങളുടെ വിശ്വാസമുള്ള വരുമാനല്ലേ? കസ്തൂരി അമ്മ, അവന് ചൊടിച്ചു കാരണം കണ്ട. എടി ഒരുപെട്ടവളെ, നീ ഒരുത്തിയാണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുത്തത്. ദൈവം തമ്പുരാനെ, ഇപ്പൊ ഞാനാ കുറ്റക്കാരി. ഈ തീ പഞ്ഞി അടുത്തിരുന്ന കത്തിപ്പിടിക്കുന്ന ഞാൻ അന്നേ പറഞ്ഞതാ. ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നാട്ടുകാരറിയണതിന് മുമ്പേ ഈ കല്യാണം ഒന്ന് നടത്തണം. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബുദ്ധി തോന്നിയല്ലോ മനുഷ്യ. എന്നാലും എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമോശം വന്നല്ലോ. ഏതായാലും കല്യാണം ഉടനെ അങ്ങ് നടത്തണം. കാവിലമ്പലത്തിൽ വെച്ച് തന്നെ മതി. അമ്മായി, നീ വലിയ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ നിന്റെ മനസ്സിരിക്കട്ടോ. എന്റെ മോക്ക് കാവിലമ്മ വിശ്വാസം. കല്യാണം അവിടെ വെച്ച് തന്നെ മതി. കല്യാണം ഇപ്പൊ വേണ്ടമ്മായി. പോടാ, എവള് പെറ്റിണീച്ചിട്ടാടാ ഇനിയും കല്യാണം കഴിക്കാൻ പോണേ. മോള് സമാധാനമായിട്ട്. എടി ചാത്തമ്മേ, കല്യാണം നിശ്ചയിക്കുന്നതിന് മുമ്പ് സൗദാമിനോട് കെട്ടിയവനോട് ഒന്ന് പറയണ്ടേടി. അത് ശരിയാണല്ലോ. ആലോചിച്ച് സമയം കളയാണ്ട് വേഗം ചെല്ല്. എന്നാ നീ ഇവിടെ വാ. ആ, റെസിഗ്നേഷൻ ലെറ്റർ. മിസ്റ്റർ ജയൻ, എനിക്ക് നിങ്ങളുടെ വികാരം മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിന്ന് കൂടി ഒന്ന് ആലോചിച്ച് നോക്കും. മിശ്ര വിവാഹത്തിന് ഞാൻ എതിരില്ല. എന്റെ മകൻ ഒരു ഹരിജൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പുമില്ല. പക്ഷേ എനിക്കൊരു മകളുണ്ടായിപ്പോയി. അമ്മയില്ലാത്ത കുട്ടിയാണവൾ. അവളുടെ ഭാവിയിൽ എനിക്ക് ഉത്കണ്ഠയുണ്ടാവുന്നത് തെറ്റാണോ? പാർട്ടി നമ്മളെ പഠിപ്പിച്ച അതല്ല. വ്യക്തികളെക്കാൾ പ്രാധാന്യം സമൂഹത്തിനാണ്. ഞാനും രാഷ്ട്രീയ നേതാവിന്റെ കുപ്പായം അണിഞ്ഞിട്ടുണ്ട് സാർ. ഞാനെന്നും പാർട്ടിയിലെ വ്യക്തിത്വമുള്ള ഒരു അംഗമാണ്. തുടർന്നും അങ്ങനെ തന്നെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഈ രാജിക്കത്ത് സ്വീകരിക്കണം. ഞാനാകെ വീർപ്പുമുട്ടി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനും സുരേട്ടനുമായി എത്രയോ വർഷത്തെ പരിചയക്കാരാണ്. എന്നിട്ടും ആരൊക്കെ എതിർത്താലും ചേട്ടൻ ആ പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കണം. എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയാണ് എനിക്ക് ആവശ്യം.
അങ്ങനെ ഒരാളുണ്ടാവുമ്പോൾ എന്റെ വിവാഹത്തെ പറ്റി ചിന്തിക്കാം. ഇനി സുരേഷനുമായുള്ള വിവാഹം എനിക്കിഷ്ടമല്ല. കഥവ് തുറന്നു കിടന്നുകൊണ്ടാണ് കയറി വന്നത്. എനിക്ക് എല്ലാം മനസ്സിലായി. ഉഷയ്ക്ക് വിരോധമില്ലെങ്കിൽ വിപ്ലവത്തിന്റെ ഭൂമി നിങ്ങളുടെ മനസ്സ്, വിപ്ലവത്തിന്റെ വിത്ത് നിങ്ങളുടെ ചിന്തയിൽ. ഇവിടെ ഒരു ജാതിയേ ഉള്ളൂ, ഒരു മതമേ ഉള്ളൂ, മനുഷ്യൻ. നിങ്ങളുടെ കൈകളിൽ അണിഞ്ഞിരിക്കുന്ന മതത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിയൂ. നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനുള്ളത് അത് മാത്രമാണ്. നിങ്ങൾക്ക് നേടുവാനുള്ളത് മഹത്തായ ഒരു ലക്ഷ്യവും. സുരേഷ് വന്നിരുന്നല്ലേ? അയാൾ എന്ത് പറഞ്ഞു? എനിക്കറിയാം അയാൾ സമ്മതിക്കില്ലെന്ന്. ആദർശങ്ങൾ ആർക്ക് വേണമെങ്കിലും പ്രസംഗിച്ചുകൊണ്ട് നടക്കാം, പക്ഷെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പ്രയാസമാണ്. എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവനാണ് താൻ. പ്രായത്തിന്റെ അറിവ് തന്നേക്കാൾ എനിക്ക് കൂടുതലുണ്ട്. എനിക്ക് തന്നോട് ഒരപേക്ഷയേ ഉള്ളൂ. തന്റെ സഹോദരിയെ കരുതിയെങ്കിലും. ഇല്ലച്ച, എന്നെ നിർബന്ധിക്കരുത്. ആ പെൺകുട്ടി ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ആ പെൺകുട്ടി ഗർഭിണിയാണ്. ആർക്ക് അനുവാദം ചോദിക്കാൻ വന്നിരിക്കുന്നു? തന്നെ വിശ്വസിച്ചതുകൊണ്ട് അപകടത്തിലായ പെൺകുട്ടി വിവാഹം കഴിക്കാൻ എന്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കരുതായിരുന്നു. അവളെയും കുട്ടി ഇവിടെ വരുന്നതായിരുന്നു ആണത്തം. ഒരു തേളിന്റെ നാട്ടിൽ പോലും തനിക്കില്ലാതെ പോയല്ലോ. ഛേ, ആ പെൺകുട്ടിയെ കൂടാതെ നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത്. യു ഗെറ്റ് ഔട്ട്. ഉഷേ, വെഡിങ് കാർഡ് മുഴുവൻ ഞാൻ കത്തിച്ചു കളഞ്ഞച്ച. അയ്യോ ചാത്തമ്മേ, ഒന്ന് വേഗം ഒരുങ്ങി വാടി, മന്ത്രി അങ്ങ് പോവും. ഓ തുടങ്ങി. പിന്നെ നിന്നെ പെണ്ണ് കാണാനല്ലേ മന്ത്രി വരുന്നത്? അങ്ങനെ 4 വാക്കും പറഞ്ഞ് നാടകം മുറിച്ച് കൊടി വെച്ച കാറി കയറി അങ്ങ് പോവും. ചേടാ, ഇങ്ങേർക്കടെ ഒരു ധൃതി ഉണ്ടോ? ഇങ്ങനെ നാടൻ മുറിക്കാൻ പോകുന്നു തോന്നുമല്ലോ. അല്ലേലും നിനക്ക് ഈയിടെയായിട്ട് നാടൻ മുറിക്കുന്നവരോടാ ഇഷ്ടം. എന്റെ നാവിലിരിക്കുന്നൊന്നും കേക്കണ്ട കേട്ടാ. നീ ഒരുങ്ങി കഴിഞ്ഞപ്പോ നിനക്കൊരു 16 വയസ്സേ തോന്നിക്കത്തുള്ളൂ. മോളെ മോളെ, ആ ഞങ്ങള് പോണേട്ടാ. ഉദ്ഘാടനം കഴിഞ്ഞേ വരത്തുള്ളൂ. ശരിയമ്മേ. ഇങ്ങോട്ട് വാടി. കസ്തൂരി, കസ്തൂരി, കസ്തൂരി. നാട്ടിൽ ചെന്നിട്ട് എനിക്കൊരു സമാനം ഉണ്ടായില്ല. ഇപ്പൊ ഇവിടെ വന്ന് കസ്തൂരിയെ കണ്ടപ്പോ എന്ത് ആശ്വാസമായിരുന്നു. ഇത് തൂമ്പയും കൈക്കോട്ടും പിടിക്കുന്ന കൈയാണ്. ഈ തയമ്പ് പിടിച്ച കൈ കൊണ്ടൊരു കൊല ചെയ്യാനും പഠിക്കില്ല. കാമു എന്താണ് ഈ പറയുന്നത്? സാറേ, ഞങ്ങളുടെ പെണ്ണുങ്ങൾ മുടിയിൽ കൊടികുത്തിയിട്ടില്ലെങ്കിലും
അല്പം കാണാൻ ചെയ്യാനുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് വെച്ച് നിങ്ങൾക്കൊക്കെ ചവിട്ടി മതിക്കാൻ അവരെ കിട്ടത്തില്ല. ദാമു എന്നെ പരീക്ഷിക്കാം. ഇവിടെ ഒരു അഗ്നിപരീക്ഷ കഴിഞ്ഞു. ഇനി ആരെയും പരീക്ഷിക്കാൻ ഉദ്ദേശമില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോടൊക്കെ തെറ്റ് ചെയ്തു പോയി. അത് തിരുത്താനാണ് വന്നത്. എനിക്ക് കസ്തൂരിയോട് സംസാരിക്കണം. അതിനെന്താ, അവിടെ വിളിക്കാം. കസ്തൂരി, കസ്തൂരി, സാറിന് നിന്നോട് ഏതാണ്ട് സംസാരിക്കാനുണ്ടെന്ന്. ആ, സാറിന് എന്താണ് അവളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോ. പറയാൻ മറ്റൊന്നുമില്ല. കസ്തൂരിയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. കസ്തൂരിയെ? അതെ, കസ്തൂരിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോകാനാണ് വന്നത്. എന്ത്? സാർ എന്താ പറഞ്ഞത്? അച്ഛൻ്റെ അനുവാദത്തിന് വേണ്ടിയാണ് ഞാൻ പോയത്. അത് സാധിച്ചു. അത് നടക്കില്ല സാർ. ഞാൻ കസ്തൂരി വിവാഹം കഴിച്ചാൽ ആകാശം നിറഞ്ഞു വീഴില്ല. പക്ഷേ കസ്തൂരി ഇന്നെന്റെ ഭാര്യയാണ്.